നമസ്കാരം, ഞാൻ ബൈജോൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയർ ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ്. എല്ലാവർക്കും പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. എന്നാലും നമ്മൾ വാഹനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഈ വർഷത്തോടെ $300 ബില്യൺ വിലമതിപ്പുള്ളതായിട്ട് മാറുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സെക്ടറും ഇന്ത്യയിൽ കാര്യമായ രീതിയിൽ വളരുന്നുണ്ട്. അതിനനുസരിച്ച് നന്നായി ചില കമ്പനികൾ പെർഫോം ചെയ്യുന്നുമുണ്ട്. 2025 ഓട്ടോമൊബൈൽ സെക്ടറിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ സമയത്തും ഓരോ മേഖലയിലും ഇത്തരം ബ്രാൻഡുകൾ നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലാഭം കിട്ടിയാലോ അതെങ്ങനെ ഉണ്ടാവും? അതിന് അത്തരം കമ്പനികളുടെ സ്റ്റോക്കുകളൊക്കെ കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് പക്ഷേ വലിയ രീതിയിൽ പഠനങ്ങൾ ആവശ്യമാണ്. പക്ഷേ അങ്ങനെ പഠിക്കാനൊന്നും സമയമില്ലാത്തൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നുമില്ലാതെ നമുക്ക് റിസ്ക് കുറവിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം മാർക്കറ്റ് ഇടിഞ്ഞാലും പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതിനുള്ള അവസരം ഇപ്പോഴുണ്ട്. മാർക്കറ്റ് കയറുമ്പോൾ ലാഭം കിട്ടുന്ന അത്തരം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ HDFC ലൈഫ് പുറത്തിറക്കിയിട്ടുള്ള ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന NFOയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പണം ഓരോ മേഖലയിലെയും മുന്നിട്ട് നിൽക്കുന്ന ടോപ്പ് കമ്പനികളിലേക്ക് പോകുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ വരുന്ന മാർച്ച് 16-ാം തീയതിയാണ് NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. ഈ NFOയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും വേണമെങ്കിൽ അവരുടെ ഒരു ഏജൻറ്റ് വീട്ടിൽ വന്ന് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മുൻകാല ഫണ്ടുകൾ പരിശോധിച്ചാൽ HDFC ലൈഫ് ഡിസ്കവറി ഫണ്ട് 23.1% റിട്ടേൺസാണ് കഴിഞ്ഞ 7 വർഷത്തിൽ ഓരോ വർഷവും നൽകിയിട്ടുള്ളത്. അവരുടെ ഈ അടുത്ത് പുറത്തിറക്കിയ HDFC ലൈഫ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് 21% റിട്ടേൺ ഇതുവരെ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ മുൻകാല ഫണ്ടുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ NAV 10 രൂപയാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മാസം അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതോടൊപ്പം തന്നെ വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു ആകർഷണം. പ്രവാസികൾക്കൊക്കെ പറ്റുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടി രൂപ വരെയൊക്കെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത അവിടെ നോക്കിയാൽ കാണാം. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്രയും കാലം തുടർച്ചയായിട്ട് മാറ്റിവെക്കാൻ പറ്റുന്ന ഫണ്ട് അല്ലെങ്കിൽ എമൗണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാർച്ച് 16-ആണ് NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇനി 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വിശദമായി മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ ഇന്ന് റാപ്പിഡ് ഫെയറിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ജീപ്പ് മെറീഡിയൻ്റെ ഓണറാണ്. നമസ്കാരം. നമസ്കാരം. പേര്? അനൂപ്. എന്ത് അനൂപ്? ഞാനൊരു ബിസിനസ്സാണ്. ഫാസ്ടാഗിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ IDFC ബാങ്കിന്റെ ഫാസ്ടാഗിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അവരൊരു ബിസിനസ് കറസ്പോണ്ടന്റ് ആണ്. അപ്പോൾ കമ്പനിയുടെ പേര് ഡ്രൈവേ സൊല്യൂഷൻസ് ആണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. സൗത്ത് ജനത റോഡിലാണ് ഇവിടുത്തെ ഓഫീസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ മറ്റേ ടാഗ് ടോൾ പ്ലാസ ഒക്കെ എത്തുന്നതിന് മുമ്പ് കാണുന്ന കുറേ കൗണ്ടേഴ്സ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മുടെ മാൻ പവർ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു കാശ്മീർ വരെ ഉണ്ട്, ആസാം വരെ ഉണ്ട്. അപ്പോൾ എല്ലാ ടോൾ പ്ലാസിലും ഉണ്ട്, കൗണ്ടേഴ്സ് ഉണ്ട്, 2 സൈഡിലായിട്ടും ഉണ്ടാവും. ശരി. അപ്പോൾ ഇനി ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കുമ്പോൾ എൻ്റെ മുൻ ഓണറുടെ പേരിലായിരിക്കുമല്ലോ ഫാസ്ടാഗ് ഉണ്ടാവും. അതെങ്ങനെയാണ് നമ്മുടെ പേരിലേക്ക്? ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ മുമ്പൊക്കെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫാസ്ടാഗ് എടുത്തു, ഒരു വർഷം മുന്നേ വരെയൊക്കെ ഒരാളൊരു ഫാസ്ടാഗ് എടുത്താൽ നമുക്ക് വീണ്ടും വേറൊരു ബാങ്കിൻ്റെ ഈ ടാഗ് ആക്റ്റീവ് ആണെങ്കിൽ വേറൊരു ബാങ്കിൻ്റെ ടാഗും കൂടെ എടുക്കാം. മൾട്ടിപ്പിൾ ബാങ്ക്സ് എടുക്കാം. ആദ്യത്തും ലൈവായിട്ടുണ്ടാവും, എല്ലാ ടാഗും ലൈവായിട്ടുണ്ടാവും. ഇതിൽ ഏതാ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടല്ലേ അത് മാത്രമേ റീഡ് ആവുള്ളൂ. ഇപ്പോൾ ഒരു 1 ടാഗ് 1 വെഹിക്കിൾ പോളിസി വന്നല്ലോ. അപ്പോൾ അത് പ്രകാരം നമ്മളിപ്പോൾ വൈജോട്ടിൻ്റെ വണ്ടി ഇതിനകത്തൊരു ടാഗ് ഉണ്ട്. ഈ വണ്ടി കൊടുത്തു, ടാഗ് റിമൂവും ചെയ്തില്ല, ക്ലോസും ചെയ്തില്ല എന്ന് വെച്ചോ. അപ്പോൾ ഈ ടാഗ് ആക്റ്റീവ് സ്റ്റാറ്റസ് ആണെങ്കിൽ ഇപ്പോൾ സപ്പോസ് IDFC ബാങ്കിന്റെ ടാഗാണ് ഇതിലുള്ളത്. ഈ വണ്ടി കൊടുത്ത സമയത്ത് ആൾക്ക് വേറെ ഏത് ബാങ്കിന്റെ ടാഗും എടുക്കാം. ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് റീഫണ്ട് വേണമെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യാം. പക്ഷേ ഒരു ബാങ്കിന്റെ ടാഗ് ആക്റ്റീവായിട്ട് ഉണ്ടെങ്കിൽ സെയിം ബാങ്കിന്റെ ടാഗ് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണല്ലേ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിൽ കുറേ ടാക്സ് ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് ഏത് ടാഗാണ് എടുത്തത് അത് മാത്രമേ ആക്റ്റീവായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മറ്റേത് ഇളക്കി കളഞ്ഞിട്ട് ഇത് ചെയ്താലും മതി. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ഇനീഷ്യേറ്റ് ചെയ്യാം. അത് അക്കൗണ്ടിലേക്ക് വരും. ഞാനിങ്ങനെ സംശയം എൻ്റെ മനസ്സിൽ നിൽക്കുമായിരുന്നു കുറച്ച് കാലം. അപ്പോൾ ഇപ്പം കുറച്ച് കാലത്തിനകം എനിക്ക് തോന്നുന്നു ഫാസ്ടാഗ് ഇല്ലാതായിട്ട് നമ്മൾ ദുബായിലൊക്കെ കാണുന്ന പോലെ സാലിക്ക് അവിടെ സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു 2 വർഷം മുന്നേ അങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു ഗവൺമെന്റ് മുന്നിൽ. അപ്പോൾ GPS വഴി സാറ്റലൈറ്റ് അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഡ്രോപ്പ് ചെയ്തു അവരിപ്പോൾ. എന്താ റീസൺ അറിയില്ല. ആ ഒരു പ്രോസസ്സർ ഇല്ല, അത് ഡ്രോപ്പ് ചെയ്തു. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഫ്ലോ ആയിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന പോലെ ബോംബാരിയസോ ടോൾ പ്ലാസയോ ഉണ്ടാവില്ല. നമ്മൾ എൻട്രിയും എക്സിറ്റും
അങ്ങനെയാണ് അവര് അത് ഡിഡക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു അപ്പം ഇത് സ്റ്റിക്കർ ഉണ്ടാവും, അതിൽ തന്നെയായിരിക്കും ഡെബിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് എന്തായാലും ഒരു ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫാസ്ടാഗ് തന്നെ ആയിരിക്കും അത് ഡെബിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ്. പക്ഷെ അങ്ങനെയാണെന്ന് പറയുന്നത് 2-3 പ്ലാസ അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീ ഫ്ലോ ആണ്, ബൂം ബാരിയേഴ്സ് ഒന്നും ഇല്ല, ടോൾ പ്ലാസ ഇല്ല. നമ്മൾ ആരോട് വഴക്കുണ്ടാക്കും ടോൾ പ്ലാസ പോയിട്ട്? വഴക്കുണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൽ വരാൻ പോകുന്ന നമുക്ക് അവിടെ ഒന്നും പറയാനില്ല, നമുക്ക് പോവാം, ക്ലോസ് ചെയ്യാം. പക്ഷെ ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇൻഷുറൻസ് റിന്യൂവല് അല്ലെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് അപ്പോഴൊക്കെ ആയിരിക്കും മേടിക്കാൻ പോകും. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ വഴക്കിന്റെ സാധ്യത കുറഞ്ഞു വരും, ഉണ്ടാവില്ല, അത് നന്നായിട്ട് കുറഞ്ഞു വരും. അപ്പൊ ഈ കൊച്ചി ടു കാശ്മീരൊക്കെ ഓടുന്നുണ്ടോ ഈ വണ്ടി? അപ്പോൾ നമ്മൾ ഇതില് കാശ്മീർ പോയില്ല, ഡൽഹി പഞ്ചാബ് വരെയൊക്കെ ഇതിൽ പോയിട്ടുണ്ട്. ഇല്ല, ഇതിലല്ല, ഇതിന് മുന്നേ ഉള്ള വണ്ടി. നമ്മൾ 3 പേരുണ്ട്, എന്റെ 2 പാർട്ട്നേഴ്സിന്റെ അഭിയും അരുണും. അപ്പോൾ എനിക്ക് ഇതിന് മുന്നേ ഒരു സഫാരി ആയിരുന്നു ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ. അതിൽ നമ്മൾ ആസാം വരെ അവരൊക്കെ അതിൽ പോയിട്ടുണ്ട്. ഇതിപ്പോ എത്ര ഇതിപ്പോ 3 മാസം ആവുന്നു. അത്രേ ഉള്ളൂ, 2-3 മാസം. അപ്പൊ എന്തുകൊണ്ട് മെറിഡിയൻ എന്ന് പറയുന്നത് 7 സീറ്റർ ആണല്ലോ, കോമ്പസിന് പോകാതെ ഈ ഒരു മെറിഡിയനിലോട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഉപയോഗിച്ച വണ്ടി ഫിയറ്റ് ആയിരുന്നു. അതൊരു 2012 എടുത്ത വണ്ടിയാണ്, പുണ്ടോ ആണ്. അപ്പോൾ അത് ഞാൻ ഒരുപാട് ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,40,000 കിലോമീറ്റർ ഓടി. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, അച്ഛനത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ ജീപ്പായിരുന്നു, അപ്പോൾ കോമ്പസ് ആയിരുന്നു. അന്ന് കോമ്പസ് ആണല്ലോ ഉണ്ടായിരുന്നത്. പിന്നെ ആ സമയത്തൊക്കെ ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഹാരിയർ വന്നു, അപ്പോൾ അതും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. പിന്നെ ഞാൻ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തു, കോവിഡ് വന്നു, പിന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മനസ്സിലൊരു 7 സീറ്റർ കയറി. അപ്പോൾ മെറിഡിയൻ ഉണ്ടായിരുന്നു ആ സമയത്ത്, പക്ഷെ അന്ന് ഭയങ്കര പ്രൈസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 49-50 ലാക്സിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ സഫാരി സെയിം, നമുക്ക് ഉണ്ടല്ലോ ഈ ഒരു മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനെ വിചാരിച്ച പോലെ എന്തായാലും അതിൽ എത്തിപ്പെടും. അപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഹെക്ടർ അല്ലെങ്കിൽ സഫാരിയാണ്. അപ്പൊ എനിക്ക് ഡ്രൈവ് ചെയ്തിട്ട് സഫാരിയാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സഫാരി തോന്നുന്നു. അങ്ങനെ സഫാരി എടുത്തു. അത് 2 വർഷം ഉണ്ടായിരുന്നു. അതൊരു 1 lakh കിലോമീറ്റർ ഓടി. അത് മാനുവൽ ആയിരുന്നു. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ എൻ്റെ 2 പാർട്ട്നേഴ്സും 7 സീറ്റർ തന്നെ എടുത്തു. ഒരു 7X7 എടുത്തു, ഒരാളൊരു സഫാരി ഓട്ടോമാറ്റിക് എടുത്തു. ഞാനത് കൊടുത്തിട്ടാകുമ്പോൾ പിന്നെ എനിക്ക് സഫാരി ഉണ്ടായിരുന്നു എടുക്കണമെന്ന്. പിന്നെ എനിക്ക് തോന്നി റേഡിയോ നോക്കുമ്പോൾ GST കുറഞ്ഞല്ലോ, അപ്പോൾ നല്ലൊരു പ്രൈസ് ഡിഫറൻസ് വന്നു അതിന്. ഇപ്പോൾ 42.5 ആയിരുന്നു ഓൺ റോഡ്, പക്ഷെ എനിക്ക് തോന്നുന്നു 40 lakhs അവരെന്തൊക്കെയോ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലോയൽറ്റി ബോണസ് ഒക്കെ കിട്ടി ഫിയറ്റ് കസ്റ്റമർ ആയതുകൊണ്ട്. അപ്പോൾ ഫ്രം ആൻ ഇന്ത്യൻ വെഹിക്കിൾ ടു ദിസ് അമേരിക്കൻ വെഹിക്കിൾ എന്താണ് ഒരു മാറ്റം പെട്ടെന്ന് ഫീൽ ചെയ്തത് സഫാരി ഓടിച്ചുകൊണ്ട്? എനിക്ക് 2 വെച്ച് നോക്കുമ്പോൾ എൻ്റെ എഞ്ചിനും ഇതൊക്കെ ആയതുകൊണ്ട് അതൊക്കെ സെയിം ആണല്ലോ. ഇതിന് ബിൽറ്റ് ഉണ്ടല്ലോ, നമ്മൾ ടാറ്റ എപ്പോഴും ശരിയാണ്, സ്ട്രോങ് ആണ്, വളരെ സ്റ്റഡി വെഹിക്കിൾ ആണ്, എല്ലാം. പക്ഷെ നമുക്ക് ആ ഒരു ഇപ്പോൾ ഫിയറ്റിലോ അല്ലെങ്കിൽ ജീപ്പിൽ കിട്ടുന്ന ആ ഒരു കംഫേർട്ട് എനിക്ക് ഒന്ന് ഭയങ്കര സ്റ്റേബിൾ ആണ്. പിന്നെ അതിന്റെ ആ സ്റ്റിയറിങ് ഭയങ്കര പ്രിസൈസ് ആണ്. നമുക്ക് അതൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പറ്റും അതെന്താ, അതിൽ നമുക്ക് കൈയെടുക്കാൻ തോന്നില്ല. അതാണ് അതിന്റെ ഒരു, അതെനിക്ക് കൊണ്ട് ഓടിക്കുമ്പോഴേ ഉള്ളൊരു ഇതാണ്. ശരിക്കും ജീപ്പിൽ വരുമ്പോഴും ആ ഒരു സ്റ്റിയറിംഗ് ഫീലാണ് അതിന്റെ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ടൗണിലൊന്നും നമ്മൾ അത് അത്ര ഫീൽ ചെയ്യില്ല, ബിക്കോസ് ട്രാഫിക് ഒക്കെ വരുമ്പോൾ കുറച്ച് ഹെവി ആണല്ലോ. പക്ഷെ ഹൈവേയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സ്റ്റിയറിംഗ് ഫീല് ഒന്നും പറയാനില്ല. അത് വേറെ ഒരു വണ്ടിയിലും എനിക്ക് തോന്നുന്നില്ല അത്രയൊന്നും. ഞാൻ 1 ലക്ഷം കിലോമീറ്ററുള്ള സഫാരി ഓടിച്ചിട്ട് എങ്ങനെയാണ്? സഫാരിക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസോ അങ്ങനെയൊക്കെ ഉണ്ടോ? എല്ലാവരും ഞാനത് എടുക്കുന്ന സമയത്ത് പൊതുവെ ഞാൻ എടുക്കുന്ന വണ്ടിക്കൊക്കെ ആൾക്കാർ അത് എടുക്കരുത്. കൊണ്ടുകൊടുക്കുമ്പോൾ ഒന്നും പറയണ്ട, വണ്ടി എടുക്കല്ലേ വഴിയിലാവും എന്നുള്ളത്. അപ്പൊ എന്റെ മനസ്സിൽ വഴിയിലാവുന്നില്ലെന്ന് വെച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഒരു ദിവസം പോലും അതെന്നെ വഴിയിലാക്കിയില്ല. എന്റെ ബാറ്ററി തീർന്നിട്ടും വീട്ടിൽ നിന്നാണ്. അപ്പൊ പിന്നെ ഇല്ല, അത് ഇത്രയും ഓടി. പക്ഷെ അതിന് സർവീസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതായത് പാർട്സിന്റെ അങ്ങനെ. പക്ഷെ ആ വണ്ടി ഞാൻ വളരെ ഹാപ്പിയാണ്. സഫാരി എടുക്കുമ്പോഴും ഇതേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രൈസ് ടാറ്റ എടുക്കണോന്നൊക്കെ ഇല്ലേ, കുറെ ആലോചിച്ചു. ഞാൻ കുറെ യൂസേഴ്സിന്റെ അടുത്ത് ചോദിച്ചു, എല്ലാവരും ഭയങ്കര അഭിപ്രായമായിരുന്നു. ഞാനെടുത്തു. എനിക്ക് ആ വണ്ടിയുടെ ക്ലച്ച് ഞാൻ മാറ്റുന്നത് ഏകദേശം 89,000 അതിന്റെ ക്ലച്ച് മാറ്റുന്നത്, മാനുവലായിരുന്നു. ടയർ എനിക്ക് 90,000 കിട്ടി. ഞാൻ ഗ്ലോബൽ 90,000 കിട്ടി. എൻ്റെ ഇവിടെ പോയി ഗ്ലോബലിൽ. അപ്പോൾ അവർ പറഞ്ഞു 2000 കിലോമീറ്റർ ഓടും എന്ന് പറഞ്ഞു. വീണ്ടും ബ്രിഡ്സ്റ്റോണിന്റെ ടയറായിരുന്നു അതിലുണ്ടായത്. ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ പിന്നെ കൊടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ടയർ മാറ്റാന്ന് ചോദിച്ചു. ടയർ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഒരു വണ്ടിക്ക് എനിക്ക് അതുപോലെ കിട്ടിയിട്ടില്ല. ഈ കൊണ്ടൊക്കെ കൊടുക്കുമ്പോൾ 30,000 ടയർ മാറ്റും. അപ്പോൾ പിന്നെ ഒരു സ്ഥലത്തും സർവീസിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഫോക്കസിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ സുഭാഷ് നന്നായിട്ട് ചെയ്യും. എനിക്ക് ആ കയ്യിലൊരു അവരെ വിളിക്കേണ്ടി വരിക, നമ്മളെ ടൈം അവർ അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിന് ഞാൻ വിളിക്കും, സുഭാഷിന്റെ ടൈം അടുത്ത വർഷം ചെയ്യണമെന്ന് പറയണമെന്ന് പറയും. അല്ലാണ്ട് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാറില്ല. പിന്നെ ഡെഫ് ഇപ്പോൾ ഓട്ടം ഉണ്ട് നന്നായിട്ട്. ശരിക്കും എല്ലാ മാസവും ഒരു 3,000-4,000 കിലോമീറ്റർ മേളിൽ ഓടും. അപ്പോൾ ഡെഫ് എടുക്കാൻ മാറ്റണം. 5,000 ആകുമ്പോൾ
ഡെഫ് ചിലപ്പോൾ ക്യാരി ചെയ്യും. അതിന് മാത്രമേ സർവീസ് സെന്ററിൽ പോകണ്ടു. അല്ലാണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് അല്ല, ടാറ്റയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യം വെച്ചാൽ എല്ലാ വണ്ടികൾക്കും അല്ല പ്രശ്നം, ഒരു ബാച്ചിൽ തന്നെ വരുന്ന ചില വണ്ടികൾ അത് പലരും പറഞ്ഞു. അതായത് ഒരു 10,000 കിലോമീറ്റർ കൂടുമ്പോൾ പ്രശ്നമില്ലെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു അമേരിക്കൻ വണ്ടിയാണ്, ജീപ്പിന്റെ കാര്യത്തിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണെന്നൊരു പൊതു അഭിപ്രായമുണ്ട്. അങ്ങനെ ആ പേടി ഇല്ലായിരുന്നോ? മെയിൻ്റനൻസ് കോസ്റ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഉണ്ടല്ലോ ഒരു പാക്ക് ഉണ്ട്, ജീപ്പ് ട്രസ്റ്റ് പ്രോഗ്രാം ഉണ്ടല്ലോ. അപ്പോൾ 3 വർഷത്തേക്കുള്ളത് ഫ്രീ ആണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ എൻ്റെ 15,000 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 15,000 സർവീസിന് പോയിട്ടാകുമ്പോൾ അവർ 15,000 ആയി. അപ്പോൾ അവർ പറഞ്ഞു 18,000 ബില്ല് വരും എന്ന് പറഞ്ഞു ഇപ്പോൾ സർവീസിന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഇത് ട്രെയിലിനൊരു ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അന്ന് നമ്മൾ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും വന്നില്ല. ഡെഫിനും വാങ്ങിച്ചില്ല. ഒരു അഡീഷണൽ ക്യാൻ ഡെഫ് വെച്ചിട്ടുണ്ട്, അതിനും അവരൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്താ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വെച്ചാൽ ഒരു നമുക്ക് ആ ഡ്രൈവിംഗ് സീറ്റ് മാറാൻ തോന്നില്ല. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ബോംബെയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അല്ലേ ആദ്യം നോക്കുക കയറി. ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കുക, മാപ്പ് ഇട്ട് നോക്കും ഇപ്പോൾ പോയപ്പോൾ എത്തുന്നല്ലോ. അപ്പോൾ നമുക്ക് ഓടിക്കാൻ അത് ഭയങ്കര കംഫർട്ടാണ്. ഭയങ്കര കംഫർട്ട് വെച്ചാൽ ശരിക്കും പ്ലാൻഡഡ് ആണ് വണ്ടി. നമ്മളിപ്പോൾ ആ ഒരു എന്താ ടേണിങ് എടുക്കുമ്പോഴൊക്കെ ശരിക്കും ഞാൻ കൊണ്ടുകൊടുക്കാനും മെയിൻ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ടാറ്റയുടെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബിസ്റ്റ പണ്ട്. അപ്പോൾ അതിന് ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് പോയി. അപ്പോൾ അന്ന് കോ ബ്രാൻഡഡ് ആയിരുന്നല്ലോ ഷോറൂം, ഫിയറ്റും അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ ആള് ഒരു പൊണ്ടോൺ ടെസ്റ്റ് ഡ്രൈവിന് വന്നു. അപ്പോൾ ആളത് അവിടെ കണ്ണൂരിലാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഒരു ഹെയർ പിൻ പോലത്തെ ഒരു കർവ് ഉണ്ട് അവിടെ. അത് ആളാരും 100-110 സ്പീഡിലാണ് അത് ടേൺ ചെയ്തത്. എന്നിട്ട് പറഞ്ഞു ഇതാണ് ഇതിന്റെ പ്രത്യേകത, ഇത് നമ്മൾ എങ്ങനെ പോയാലും. അപ്പോൾ അത് സത്യമാണ്. അപ്പോൾ അന്ന് കയറിയതാണ് കൊണ്ടോ, പിന്നെ അങ്ങനെയാണ് അത് എടുത്തത്. അപ്പോൾ അത് ശരിക്കും ഇതില് എനിക്ക് തോന്നുന്നു എനിക്ക് അതിനേക്കാളും സ്റ്റേബിൾ ആയിട്ടാണ് തോന്നിയത്. ചിലപ്പോൾ വീൽ ബേസ് ഒക്കെ കൂടുതലുണ്ടായിരിക്കാം. ഭയങ്കര സ്റ്റേബിൾ ആണ്. പിന്നെ ഞാൻ ഇതില് ഒറ്റയ്ക്ക് വെല്ലൂർ വരെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട് സെയിം ഡേ. അപ്പോൾ ആ ഒരു 850 കിലോമീറ്റേഴ്സ് ഒന്നും ഓടിക്കഴിഞ്ഞാല് പിന്നെയും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഉറക്കം വരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരാൾ എനിക്കൊരു കാസർഗോഡ് അല്ലെങ്കിൽ വീട്ടിൽ പോകണമെന്ന് എനിക്ക് പോകാനുള്ളൊരു ഇതുണ്ട്. പക്ഷെ ആ ഒരു ഉറക്ക് അതേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇതിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. അതാണ് എൻ്റെ ഒരു. അപ്പൊ ഈ സഫാരിയും ഇത് ഉപയോഗിച്ചപ്പോൾ ഇതിന്റെ സെക്കൻഡ് റോ സീറ്റിലൊക്കെ ഇരുന്നവരുടെ ഒരു സെക്കൻഡ് റോ സഫാരി ഭയങ്കര കംഫർട്ടാണ്. അതിൽ കയറിയ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ ഒരു പാർട്ട്ണർ 700 അപ്പൊ അവൻ സെക്കൻഡ് റോയിലായിരിക്കും. അവനും പറയും അത് ഇത് മതിയായിരുന്നു എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. ഇത് ഭയങ്കര സഫാരി ഭയങ്കര കംഫർട്ടാണ്. തേർഡ് റോവും കംഫർട്ടാണ്, ഭയങ്കര കംഫർട്ടാണ്. ഇത് കുറച്ച് സ്പേസ് കുറവാണ്. പക്ഷെ ഇതിന്റെ സസ്പെൻഷൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. ബോഡി റോൾ തീരെ ഇല്ല. അപ്പോൾ സെക്കൻഡ് റോ സ്പേസ് കുറവാന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ തേർഡ് റോയിലും സ്പേസ് തീരെ കുറവാണ്. പക്ഷെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. വേറെ കുലുക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അതിനകത്തില്ല. അപ്പൊ ഈ 7 പേര് സഞ്ചരിക്കാൻ വേണ്ടിയാണോ 7 സീറ്റർ നോക്കുന്നത്? ഞാനത് അതെന്താ എപ്പോഴെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ ആൾക്കാർ കൂടുതലുണ്ടാവും. അപ്പൊ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ വലിയ വണ്ടി ഓടിച്ചിട്ട് പിന്നെ ചെറുതോട്ട് വരുമ്പോ ഒരു ഇപ്പൊ ഇത് ഡെയിലി യൂസ് തന്നെയാണ്. ഓഫീസിൽ വന്നു പോകുന്നതൊക്കെ ഇത് തന്നെയാണ്. ആദ്യമൊക്കെ ഒരു വലുപ്പത്തിന്റെ പ്രശ്നം തോന്നി, ഇപ്പൊ അത് തോന്നാറില്ല. അങ്ങനെ എന്താണ് എന്തെങ്കിലും ഒരു കുറവ് പറയാനുണ്ടോ? അല്ലെങ്കിൽ ഒരു ഇതിനകത്ത് എനിക്കൊരു ഇത് തോന്നിയെന്ന് വെച്ചാൽ തേർഡ് റോന്റെ ഒരു അത് കുറച്ച് അതായത് നമ്മൾക്ക് ആ സീറ്റിന് ഹൈറ്റ് ഇല്ല തീരെ, അത് താഴെയാണ്, പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അത് ശരിക്കും ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ അധികം അതങ്ങനെ 7 സീറ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയ സമയത്ത് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ പുറകിൽ ഇരുന്നു. അപ്പൊ നമ്മൾ ആ കാലൊക്കെ ഒന്ന് എടുത്ത് മേളിലോ അല്ലെങ്കിൽ ചെരിഞ്ഞൊക്കെ ഇരുന്നാൽ ഒരു പ്രശ്നമില്ല. അതായത് സസ്പെൻഷൻ നല്ലതാണ്. എനിക്കൊന്ന് ഇതിന്റെ റിയർ സസ്പെൻഷനും കോമ്പസ്റ്റിനും വ്യത്യാസം ഉണ്ടെന്ന് അല്ലേ. അപ്പോൾ അതിന്റെ ഒരു ഇതും കൂടെ ആയിരിക്കാം. ഭയങ്കര കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാല് പൊക്കി വെക്കണം എന്നുള്ള ഇതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും 2 പേര് പരിചയമുള്ളവരൊക്കെയാണ് സ്വന്തക്കാരൊക്കെയാണ് പോകുന്നതെങ്കിൽ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചൊക്കെ പോകാമല്ലോ. അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. ഒരുപാട് ദൂരം പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ 7 സീറ്റേഴ്സിന്റെ ഒരു പ്രശ്നം അത് തന്നെയാവും. പക്ഷെ ഞാനല്ല സഫാരിയിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കംഫർട്ടാണ്. ശരിക്കും നമുക്ക് പ്രോപ്പർ ആയിട്ടിരിക്കും. പക്ഷെ അതിന് തീരെ ബൂട്ടില്ല. ഇതിന് 7 സീറ്റർ ആണെങ്കിലും ഇതിൽ കുറച്ചൊരു ഉണ്ട്. 2 സൂട്ട് കേസ് ഒക്കെ നമുക്ക് വെക്കാം. ചെറിയ സൂട്ട് കേസ് നമുക്ക് ഇതിനകത്ത് വെക്കാം. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ പലപ്പോഴും 7 സീറ്റർ എന്ന് ആലോചിക്കുമ്പോൾ ഈ മെറിഡിയനൊക്കെ അങ്ങനെ നമ്മൾ ആലോചിക്കാറില്ല. അപ്പൊ പക്ഷെ അതിന്റെ ഒരു വലിയ ഗുണങ്ങൾ ഞാനും അത് ആലോചിക്കുന്നത് എന്താ ഇതൊന്നും ഇവർക്ക് വണ്ടി ഉണ്ടാക്കാനേ അറിയുള്ളൂ, വിൽക്കാനറിയില്ല. അല്ല, ഒന്നാമത്തെ കാര്യം ഇതെല്ലാം പഴയതായില്ലേ, ഒന്നും ഒരു ഫേസ് ലിഫ്റ്റ് പോലും വരുന്നില്ല. പിന്നെ കുറെ കാലമായിട്ട് പുതിയ മോഡൽ വരുന്നു ജീപ്പിലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നും വരുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ജീപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തെങ്കിലുമൊക്കെ ഫേസ് ഇപ്പം ഹ്യുണ്ടായി പോലുള്ള കമ്പനിയൊക്കെ നോക്കി നമുക്കറിയാം, എപ്പോഴും അവർ എന്തെങ്കിലും ഫേസ് ലിഫ്റ്റ് സജീവമായിട്ട് മാർക്കറ്റ് നിൽക്കും. ഇവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ. ഇതെന്ന് വെച്ചാൽ
ഓടിക്കാൻ നല്ലതാണ്, സേഫ് ആണ്, ലൈഫാണ്. അതെ, പിന്നെ സ്റ്റിയറിംഗ് നല്ലതാണ്. പക്ഷെ ആൾക്കാർ എനിക്ക് തോന്നുന്നു ടൗണിലൊക്കെ ഇല്ല, വില കുറവില്ല. കുറവില്ല. അതാണ് വേറെ. റെനഗേഡ് വരുന്നു, ചെറിയൊരു SUV എന്നൊക്കെ പറഞ്ഞാൽ എത്ര കാലം. അയ്യോ, എത്ര വർഷമായി. ഞാൻ ആ കൊണ്ട് കൊടുക്കുമ്പോൾ അതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവരെ വിളിച്ചു വെച്ചപ്പോൾ ടിപ്പ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എവിടെ ടിപ്പും ഇല്ല, റെനഗേഡ് വരുന്നു എന്ന് കേട്ട് ഞാനൊക്കെ വെളിയിൽ പോയി റെനഗേഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരുമെന്ന് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പക്ഷെ എന്തായാലും ഒരു ഈ പറഞ്ഞ പോലെയാണ് സ്റ്റേഡി വാഹനം എന്ന് പറഞ്ഞാൽ പക്ക ജീപ്പ്. ഒന്നും പറയാൻ, അത് നമ്മൾ ഡ്രൈവ് ചെയ്താലേ നമുക്കത് ഡ്രൈവ് ചെയ്ത ഒരാൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് പല ഇതാരെങ്കിലും എടുക്കും അങ്ങനത്തെ. പക്ഷെ ഒന്ന് ഡ്രൈവ് ചെയ്തോ ആളുടെ എല്ലാ ഇതും മാറും അതിന്റെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത് നല്ലൊരു ഗംഭീര ഫീഡ്ബാക്കാണ്. ഇത് തന്നെ 3 മാസം കൊണ്ട് 15,000 കിലോമീറ്റർ ഓടി. അപ്പോൾ ഇതൊരു 1 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ എത്ര ലക്ഷം ഓടിക്കാണെന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ പറയാം 850 കിലോമീറ്റർ ഓടിച്ചിട്ട് വീണ്ടും ഓടിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്ന ഒരു വളരെ സത്യസന്ധമായ ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഫാസ്റ്റാഗായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം തീർച്ചയായിട്ടും വിളിക്കുന്നതായിരിക്കും. കാണാം. താങ്ക് യു, സന്തോഷം. ശരി, താങ്ക് യു. അപ്പോൾ ഇനി നമ്മളൊരു താറിൻ്റെ ഓണറിനാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? അലക്സ്. എന്ത് ചെയ്യുന്നത് സർ? ബിസിനസ്സാണ്. വൈപ്പിൻ ഞാറക്കൽ. എന്ത് ബിസിനസ്സാണ്? റൈസിൻ്റെ ഒക്കെ ഡീലർഷിപ്പ്. റൈസിൻ്റെ. അതെ. ശരി. അപ്പോൾ എല്ലാ പല കമ്പനികളുടെ ഓരോ ഡിഫൻസ് ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ പലർക്ക് ഐറ്റംസ്. ശരി. മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അരി ബ്രാൻഡ് ഏതാ? ആന്ധ്ര റൈസാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ പാലക്കാടൻ പടിമട്ട. പടിമട്ടയാണ് മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട സാധനം അല്ലേ? അതെ. ഇപ്പം പക്ഷേ ഈ പറഞ്ഞ ആരോഗ്യ ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് തവിട് കൂടുതലുള്ള അരി എൻ്റെയൊക്കെ വീട്ടിൽ അങ്ങനെ വാങ്ങിച്ചു തുടങ്ങി. അങ്ങനെ ഒരു മാറ്റം കുറച്ച് ഇതിനധികം മാറി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. എനിക്ക് തോന്നുന്നു അരി ഭക്ഷണം തന്നെ കുറച്ച് മലയാളികൾ ഇപ്പം അല്ലേ? അതെ. ഇപ്പൊ ഈ യങ്സ്റ്റേഴ്സിന്റെ കാറ്റഗറി വരുമ്പോൾ ജിമ്മിൽ പോകുന്നവരൊക്കെ കൂടുതലും. അതെ, ശരിയാ. എന്നിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നല്ല ജങ്ക് ഫുഡിലേക്ക് പോകും. KFC കഴിക്കാൻ പോകും. അരി കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം ഈ പറഞ്ഞ ധാരാളം ഓട്ടം ഉണ്ടോ? ഓട്ടം കുറവാണ്. ഞാൻ എടുത്തിട്ട് ഒരു 3 months ആയിട്ടുള്ളൂ. ഏത് വേരിയന്റ്? ഡീസൽ ഓട്ടോമാറ്റിക്. അതെ. ഡീസൽ ഓട്ടോമാറ്റിക്. ഓട്ടം അധികം ഇല്ല. ഓട്ടം ചേട്ടനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സ് 3-4 പേര് എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് കയറി എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഇത് എടുക്കാൻ തോന്നിയ ഒരു ഫാക്ടർ എന്താ? എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ആണോ? ഞാൻ റീസെൻ്റ്ലി ഒരു 1 month ഞാൻ കൊടൈക്കനാൽ പോയായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഈ കൊടൈക്കനാലിൽ പോകുമ്പോഴത്തേക്കും ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർ ഈ കംഫർട്ട് പറഞ്ഞോ? ഇല്ല. ഡ്രൈവിങ്ങും നമ്മുടെ പാസഞ്ചറുമാണ് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. അതാണ് ഇതൊരു പക്ക 2 സീറ്ററായിട്ട് കണക്കാക്കിയാൽ മതി ശരിക്കും ബാക്കിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറയായിരുന്നു, ഫ്രണ്ടിൻ്റെ അമ്മയൊക്കെ ആയിട്ട് പോയിട്ട് ബാക്ക് സീറ്റ് ഇരുന്ന് അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ തോന്നിയിട്ട് ഫ്രണ്ട് ഇരിക്കുന്ന ആളെ ചവിട്ടി വെളിയിലിറങ്ങി ബാക്കിൽ നിന്ന് ഇറങ്ങി വന്ന് ഛർദ്ദിക്കേണ്ടി വന്നു. കാരണം അത് അമ്മ കയറി എപ്പോഴും പറഞ്ഞിരുന്നു. അപ്പം ഇതൊരു അങ്ങനെ ഒരു ഫാമിലി വാഹനമായിട്ടല്ല കണക്കാക്കിയത്. അല്ല, ഒറ്റയ്ക്ക് ഓടിക്കാനും പാസഞ്ചറും. അപ്പം അതല്ലാതെ എന്തെങ്കിലും ഒരു കുറവ് തോന്നിയോ? വേറെ എനിക്ക് എപ്പോഴും ഫ്യൂവലിന്റെ ലിഡ് നോക്കാനും അങ്ങനെ ചെറിയ കാര്യങ്ങൾ വേണ്ടി ഹാപ്പി ആണോ? ഇതിപ്പോ ടോപ്പിന്റെ അല്ലേ? ടോപ്പിന്റെ. എത്രയായി ഓൺ റോഡ്? 13.5. 13. അപ്പോൾ ഈ പറഞ്ഞ 2 പേർക്ക് പ്രൈമറിലി 2 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു വാഹനമായിട്ടും അതൊരു വില കൂടുതലായിട്ട് തോന്നില്ല. ഇല്ല, ഹാപ്പിയാണ്. മൈലേജ് നോക്കിയോ? മൈലേജ് 12.5 ഒക്കെ. ഹൈവേയിലോ അതോ മിക്സോ? നോർമലില്. സിറ്റി പോലും കിട്ടുന്നുണ്ടോ? അപ്പോൾ സിറ്റി എന്ന് വെച്ചാൽ 13 കാണിക്കുന്നുണ്ട്. ആണല്ലേ? ഓടിക്കുമ്പോൾ ഉള്ളൊരു അത് പറയാമല്ലോ, നാച്ചുറൽ. അപ്പോൾ ഇത് സർവീസിന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എടുത്തിട്ട് ഇതുവരെ കൊടുത്തില്ല. എടുത്തിട്ട് ജനറൽ സർവീസ് കഴിഞ്ഞായിരുന്നു. പിന്നെ 10,000 ആണല്ലോ. ജനറൽ സർവീസിനൊന്നും പൈസ ഒന്നും വാങ്ങിച്ചില്ല? ഇല്ല. എന്തെങ്കിലും ഇത്രയും കാലം ഓടിച്ചപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എല്ലാം കൂളന്റിന്റെ ഇത് സിഗ്നൽ കാണിച്ചിരുന്നു. വേറെ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഇത് വാങ്ങിക്കുന്ന സമയത്ത് വേറെ ഒന്നും നോക്കിയിട്ടില്ല, ഇതങ്ങ് വാങ്ങിക്കായിരുന്നു? നേരെ എടുക്കായിരുന്നു. ഫ്രണ്ട്സിനുണ്ടല്ലോ, അപ്പോൾ ഞാൻ അത് എടുക്കുകയത്. അവരൊക്കെ ഹാപ്പിയാണ്. ഈ ഒരു പ്രായം വെച്ച് ചോദിക്കുകയാണ്, EV-കൾ ഓടിച്ചിട്ടുണ്ടോ? EV-കൾ കുറവാണ്. ഏതെങ്കിലും ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? ടാറ്റയുടെ പഞ്ച് ഓടിച്ചിരുന്നു. എന്താണ് ഒരു വ്യത്യാസം? ഇഷ്ടപ്പെട്ടോ അതോ ഇതിന്റെ ഒരു ശബ്ദമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഒരു സുഖക്കുറവാണോ? എനിക്ക് ഇങ്ങനത്തെ വെഹിക്കിളാണ് താല്പര്യം. EV നോർമൽ സൗണ്ടും ഇല്ല. പിന്നെ നോർമൽ സിറ്റി ഡ്രൈവും ഓഫീസ് വർക്കും ഒക്കെ നിയർ ബൈ ഒക്കെ ഉള്ളവരിക്കും ഹാപ്പിയാണ്. അല്ലാത്തവർക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെയാണ് ചിലർ പറയുന്നത് സൗണ്ട് ഇല്ല നല്ലതാണ്, ചിലർ പറയുന്നത് സൗണ്ട് ഇല്ല അതാണ് കുഴപ്പം അല്ലേ? അതാണ് EV-കളുടെ ഒരു പ്രശ്നം. ഇതിനു മുമ്പ് ഏതാ ഉപയോഗിച്ചിരുന്ന വണ്ടി? സ്കോർപ്പിയോ.
എന്താണ് അപ്പോൾ സംഭവം മഹീന്ദ്ര ഫാനാണ്. മഹീന്ദ്ര. അപ്പം ഈ പറഞ്ഞ മഹീന്ദ്രയുടെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പറയുന്നത് സർവീസിൻ്റെ ഇഷ്യൂസ് അങ്ങനെയൊക്കെ. അങ്ങനെ ഈ സ്കോർപിയോ ഉപയോഗിച്ച സമയത്ത് അതുമെല്ലാം തോന്നിയിരുന്നു? ഇല്ല, ഞാൻ സ്കോർപിയോനും ഹാപ്പിയാണ്. സ്കോർപിയോ അടിപൊളി വണ്ടി ആണ്. എവിടെയാണ് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്? വയലറ്റ് മഹീന്ദ്ര. വയലറ്റ് സർവീസിലൊക്കെ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ആ, അതിപ്പോൾ ഏതാ, പഴയ മഹീന്ദ്ര അതോ സ്കോർപിയോ എന്നോ? അല്ല സോറി, സ്കോർപിയോ എന്നോ ഏതായിരുന്നു? പഴയ മഹീന്ദ്ര. പഴയ സ്കോർപിയോ. അതിനും ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിക്കാനിരുന്നത്. അതായത് ബാക്കിൽ ബോഡി റോൾ കാര്യമായിട്ടുണ്ട്, പിന്നെ സ്റ്റിയറിങ് കുറച്ച് കൂടുതൽ ഒരു ഫ്ലെക്സിബിളായിട്ട് അങ്ങനെ തോന്നിയിരുന്നു? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? പലപ്പോഴും ആ പഴയ സ്കോർപിയോ ഓടിക്കുന്നതിന് അങ്ങനെ അഭിപ്രായം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ടേണൊക്കെ എടുക്കുമ്പോഴത്തേക്കും കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ തോന്നിയിട്ടില്ല അങ്ങനെയൊന്നും? ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മഹീന്ദ്ര തന്നെ നിലനിൽക്കുന്നത്? നമുക്ക് ഇന്ത്യൻ വണ്ടികളല്ലാതെ ഒരെണ്ണം ട്രൈ ചെയ്യണം തോന്നിയിട്ടില്ല? തോന്നിയിട്ടുണ്ട് ആക്ച്വലി. ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് 25 അത്രയായിട്ടുള്ളൂ. ഏതാ ഒരു മനസ്സിൽ ഇപ്പം വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലും അടുത്ത കാലത്ത് കണ്ടതിൽ കൊള്ളാൻ തോന്നിയൊരു ഇന്ത്യൻ വണ്ടി അല്ലാത്തൊരു വണ്ടി അത്? ഈ BMW ഒക്കെ. ആ, അപ്പോൾ അതിലേക്ക് എത്തും. കുറച്ചുകൂടെ അരി വിറ്റ് കഴിഞ്ഞാൽ നേരെ അല്ല. അപ്പോൾ SUV-കളിലേക്ക് തന്നെയാണ്. ആ ശരി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മൾ അധികം ഫീഡ്ബാക്ക് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ലക്ഷക്കണക്കിന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും എപ്പോഴും ഈ ഒരു 2 സീറ്ററിൻ്റെ ഒരു ഗുണമേ താഴെ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിനാണ് ഇപ്പോൾ റോക്സ് വന്നിരിക്കുന്നത്. റോക്സ് ആകുമ്പോഴത്തേക്കും ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചു. 5 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന ഒരു വാഹനമാണ്. അപ്പോൾ എന്തായാലും മോശം അഭിപ്രായമൊന്നും കേട്ടില്ല. അപ്പോൾ ഒരു ചെറിയ കൂളൻറ്റിൻ്റെ ഒരു ലൈറ്റ് കത്തി എന്നല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും. പലപ്പോഴും നമ്മൾ ഈ താറിൻ്റെ ഓണേഴ്സിനോട് സംസാരിക്കുമ്പോഴത്തേക്കും ഫ്യൂവൽ ഗേജ് പലപ്പോഴും ഇപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് സംഭവിച്ചിട്ടുണ്ട്. എത്ര ഫ്യൂവൽ അടിച്ചാലും കാണിക്കില്ല, ലോ ഫ്യൂവൽ കാണിക്കും. അങ്ങനത്തെ എല്ലാ ഇഷ്യൂസൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്നും ഏതായാലും ഈ ഒരു വാഹനത്തിൽ സംബന്ധിച്ചില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിനി കാണുമ്പോൾ ഒരു BMW ആയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കും. താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന വാഹനത്തെ ആളിനെയും പരിചയപ്പെടേണ്ടതാണ്. കാരണം നിങ്ങൾക്കൊക്കെ സുപരിചിതമായ യൂട്യൂബ് ചാനലുണ്ട്, മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അതിൻ്റെ MD ആണ് ഷാൽബിൻ. ഞാൻ ഷാൽബിനെ പരിചയപ്പെട്ട കഴിഞ്ഞ ദിവസമാണ്. കാരണം എനിക്ക് ഒരു അവാർഡ് തന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പുതിയ ഫോർച്യൂണർ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാപ്പിഡ് ഫെയറിൽ പ്രത്യക്ഷപ്പെടണം. അപ്പോൾ നിങ്ങൾക്കും കാണാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ സ്ഥിരം കാണുന്ന യൂട്യൂബ് ചാനൽ അതിൽ ഷാൽബിനല്ലോ അധികം പ്രത്യക്ഷപ്പെടുന്നത്. വൈഫ് വരുന്നുണ്ട് അല്ലേ? വൈഫ് ആങ്കറായിട്ട് വരുന്നുണ്ട്. പിന്നെ രമ്യ, നിഖിലൊക്കെയാണ് വരാറുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഉള്ള തല എന്ന് പറയുന്നത് ഷാൽബിൻ്റെയാണ്. അപ്പോൾ ഷാൽബിൻ നമസ്കാരം. നമസ്കാരം. വീണ്ടും കണ്ടതിൽ സന്തോഷം. എങ്ങനെയുണ്ട് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ? ചാനൽ അടിപൊളിയായിട്ട് വന്നു. ഇപ്പോൾ ഒരു 4 കൊല്ലമായി. കുഴപ്പമില്ലാതെ നമ്മൾ കേരളത്തിൽ മലയാളത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. എത്ര ചാനലുകളുണ്ട് നമുക്കിപ്പം മൈൽ സ്റ്റോൺ ബാനറിൽ തന്നെ? ഒരു ഏകദേശം 7-8 ചാനലുണ്ട്. അല്ലാതെ നമ്മൾ ചാനൽസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. മലയാളം അല്ലാത്ത ചാനലുണ്ടോ? മലയാളം അല്ലാത്ത ചാനലില്ല. ഇല്ല, എല്ലാം മലയാളത്തിൽ തന്നെ. എല്ലാം മലയാളം. ഇതിനു മുമ്പ് എന്ത് ചെയ്യായിരുന്നു ഈ ചാനലിലേക്കൊക്കെ വരുന്നതിന് മുമ്പ്? കോളേജിൽ പഠിക്കുമായിരുന്നു. അത്രേ ഉള്ളൂ. വന്ന് ഇറങ്ങിയ ഉടനെ ഇതിലേക്ക് എത്തി. അതെന്താ അങ്ങനെ ഒരു പ്രചോദനം? സാധാരണ ഇതിലിപ്പോൾ നമ്മളൊരു ചാനൽ തുടങ്ങി നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു ചാനലൊക്കെ തുടങ്ങുന്നല്ലാതെ ഇങ്ങനെ ഒരു കുറേ ചാനലുകൾ ഒരുമിച്ച് തുടങ്ങുക, അതിൽ മറ്റുള്ള ഒരു ആംഗിൾ. ഞാൻ തുടങ്ങിയപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനൽ എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഷാജി പാപ്പ എന്നൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. ഷാജി പാപ്പൻ കണ്ടിട്ടുണ്ട്. അത് പണ്ട് നമ്മൾ വേറെ വീഡിയോസ്, ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ഇട്ട് ചെയ്തൊരു വീഡിയോസ്. അപ്പൊ അതില് പിന്നെ ടിക്ടോക്ക് ബാൻ ആയപ്പോഴത്തേക്ക് അതിലൊരു വീഡിയോസ് ഇടാനില്ല. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഓൺ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുള്ളൂ. അങ്ങനെ അതിനു വേണ്ടിയാണ് ഇന്റർവ്യൂ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അത് ഇന്റർവ്യൂ ഷൂട്ട് ചെയ്ത് എന്തായാലും ഒരു കണ്ടന്റ് ഇരിക്കുമല്ലേ, അത് യൂട്യൂബിലോട്ട് ഇട്ടേക്കാന്ന് ഞാൻ ചുമ്മാ പേരിന് ഒരു ചാനൽ തുടങ്ങി ഇട്ടതാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. പിന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അതൊരു ബ്രാൻഡായി. അതൊരു അത് കഴിഞ്ഞ ദിവസം ജേട്ടനെ ഇന്റർവ്യൂ എടുത്ത് ആടിന് വേണ്ടി ഷൂട്ട് എടുത്തപ്പോൾ ജേട്ടൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു എന്റെ പേരിൽ. ഷാജിപ്പാപ്പ പേരടിച്ചു പറ്റും. ശരി ശരി. അപ്പൊ ഇപ്പൊ എത്ര സ്റ്റാഫൊക്കെ ഉണ്ട് നമുക്ക് ടോട്ടൽ? നമുക്കൊരു 10ഓളം സ്റ്റാഫ് ഉണ്ട്. സ്വന്തം സ്റ്റുഡിയോ ഒക്കെയാണോ? സ്വന്തം സ്റ്റുഡിയോ ഉണ്ട്, അല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് അവാർഡ് തന്ന പോലെ എന്നാണ് ഈ അവാർഡ് പരിപാടിയിലേക്കൊക്കെ വന്നത്? നമ്മളത് കഴിഞ്ഞ പോലെ നമ്മളൊരു ഏകദേശം 3 അവാർഡ് നൈറ്റ് നടത്തിയിട്ടുണ്ട്. മൈൽ സ്റ്റോൺ ഡിജിറ്റൽ അവാർഡ്സ്, എന്റർടൈൻമെന്റ് അവാർഡ്സ്, പിന്നെ വേറൊരു അവാർഡോട് നടത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മന്ത് അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് നമ്മൾ ഇനി ഒരു മലയാളത്തിൽ ആദ്യം ഡിജിറ്റൽ ഫിലിം അവാർഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ഫിലിം അവാർഡ് ചെയ്ത് കേരളത്തിൽ ഇതുവരെ ഡിജിറ്റലിൽ ചെയ്തിട്ടില്ല. എല്ലാപ്പോഴും സാറ്റലൈറ്റിൽ ഏഷ്യാനെറ്റും അങ്ങനത്തെ ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഡിജിറ്റലിൽ ഒരു പിന്നെ ഫിലിം അവാർഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ വൈഫിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കെന്ന ഈ പറഞ്ഞ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാറുണ്ട്. കെന്ന അപ്പോൾ എങ്ങനെ ഒരു അവതാരിക കല്യാണം കഴിക്കാൻ തീരുമാനിച്ച കല്യാണം കഴിച്ചാണോ? കാരണം ഏതായാലും ഈ ബിസിനസ്സാണ്, എന്നാൽ പിന്നെ ഒരു അവതാരിക വീട്ടിലിരിക്കട്ടെ, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ കെന്ന എന്റെ ചാനലിൽ വന്നിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ടാണ് എന്റെ ചാനലിൽ വന്നത്. അതിന് മുമ്പ് എന്റെ ചാനലിൽ ആങ്കേഴ്സ് ഉണ്ടായിരുന്നു, അവരെ കല്യാണം കഴിക്കാൻ വരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കാണുന്നതിനാലാണ് സന്തോഷമുണ്ട്. അപ്പം ഈ ചാനൽ പരിപാടിയൊക്കെ ആയിട്ട് ധാരാളം ഓട്ടം ഉണ്ടോ?
എന്റെ നാട് കണ്ണൂരാണ്. ആ. കണ്ണൂർ ഉള്ളിലോട്ട് ആലക്കോട് എന്ന് പറയും. ആലക്കോട്. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 400 അടുപ്പിച്ച് കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഞാൻ മന്ത്ലി എപ്പോഴും പോയി വരും. ഓ അങ്ങനെ ഇപ്പം തന്നെ ഇത് 3 മാസത്തിലൊരു 7000 കിലോമീറ്റർ അടുത്തായി. ആയി. അപ്പൊ ഇതിനു മുമ്പ് ഏതായിരുന്നു വണ്ടി? ക്രെറ്റ ആയിരുന്നു. 2020 മോഡൽ ക്രെറ്റ. അത് ഒരു 5 കൊല്ലം കൃത്യം 2020 ഡിസംബറിൽ എടുത്തു. 2025 ഡിസംബർ വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് ആ പാവപ്പെട്ടവനായിരുന്നു കൂടെ. എപ്പോഴും നമ്മുടെ സഹനങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുരിതങ്ങളും മൊത്തം നമ്മള് ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പം എല്ലാ ഫ്രസ്ട്രേഷനും എല്ലാ സന്തോഷം എല്ലാം അതിനകത്തായിരുന്നു. അപ്പം കൊടുക്കുമ്പോ ഭയങ്കര ഒരു ഇതായിട്ടുണ്ടായിരുന്നു. അപ്പം മാക്സിമം കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ കൊടുക്കേണ്ടി വന്നു. അപ്പൊ അതിനുശേഷം ടൊയോട്ടയിലേക്ക് മാറാം എന്ന് തീരുമാനിച്ചത് എങ്ങനെയാണ്? ഇതിലോട്ട് വരാൻ ഫോർച്യൂണോട്ട് വരാൻ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. കാരണം ഇതൊരു ജനറേഷൻ വണ്ടിയാണല്ലോ, ലൈക്ക് ഒരു 2009 തൊട്ടുള്ള ഒരു വണ്ടിയാണല്ലോ. അപ്പൊ ഞാനൊക്കെ കുഞ്ഞിലുള്ള സമയത്തൊട്ടേ കാണുന്ന ഒരു വണ്ടിയാണ്. അപ്പം എൻ്റെ അന്ന് ഞങ്ങൾ താമസിക്കുന്ന അയലൊക്കത്തെ ഒരു ചേട്ടന് ഒരു ഫോർച്യൂണർ ഉണ്ട്. പുതിയതാണോ സെക്കൻഡ് എടുത്താന്ന് അറിയത്തില്ല, ഒരു ഫോർച്യൂണർ ഉണ്ട്. അപ്പൊ എനിക്ക് ഈ വലിയ വണ്ടി കണ്ടപ്പം തൊട്ടേ എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു. അപ്പം പുള്ളി എപ്പോഴും നമ്മൾ ഈ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകുമ്പം പുള്ളി വണ്ടി എടുത്ത് വരും. അപ്പം നമ്മൾ കുറെ പേര് അല്ലാത്തവര് ഇങ്ങനെ ബസ് ആക്കാനും നടക്കാൻ വേണ്ടി പോകുമ്പോൾ പുള്ളി ഇവരെ മുമ്പിൽ വണ്ടി നിർത്തിയിട്ട് എല്ലാവരും കയറ്റും. അപ്പം ഒരു പ്രാവശ്യം എല്ലാവരും കയറ്റിയപ്പോൾ എനിക്കും അമ്മയ്ക്കും മാത്രം കയറാൻ പറ്റിയില്ല. പിന്നെ ഒരു ഞായറാഴ്ച ഇതേപോലെ മറ്റും എനിക്കും അമ്മയ്ക്ക് കയറാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ലേറ്റ് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ബേക്കിലായതുകൊണ്ടായിരിക്കും. പിന്നെ ഒരു ക്രിസ്മസ് ദിവസം രാത്രി പള്ളിയിൽ പോയപ്പോൾ ഞാൻ കുർബാന കഴിഞ്ഞവരെ അമ്മേനെയും പിടിച്ച് ഈ വണ്ടീൻ്റെ മുമ്പിൽ ഇനി ലേറ്റ് ആയതുകൊണ്ട് കയറ്റാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറ്റി വന്നു. അന്ന് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ലേറ്റ് ആയതുകൊണ്ടല്ല അന്ന് തൊട്ട്. അപ്പോൾ എനിക്ക് ഈ വണ്ടിയുടെ പേരും ഒന്നും അറിയത്തില്ല, ഒരു വെള്ള വലിയ വണ്ടി. പിന്നെ ഇതിങ്ങനെ കാണാൻ തുടങ്ങി. പിന്നെ നമ്മൾ വായിക്കാനൊക്കെ ഒരു ഇതായപ്പോൾ ഫോർച്യൂൺ എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ഈ സ്കൂൾ ബസ്സിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ലൈൻ ബസ്സിലൊക്കെ പോകുമ്പോഴും കണ്ണി കാണുന്ന മൊത്തം ഫോർച്യൂണറായി. കാരണം നമ്മുടെ മൈൻഡിൽ ഇത് രജിസ്റ്ററായി. പിന്നെ ഫോർച്യൂണർ ഒരു ഭയങ്കര ഒരു ഇതാ വന്ന് ഇതിലോട്ടുള്ള റിവെഞ്ച് പോലെ ഇവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, അമ്മേനെ ഇതിനകത്ത് കയറ്റണം എന്നുള്ള ഇതില് അങ്ങനെ ഫോർച്യൂണർ. പക്ഷെ ഇത്രയും വലിയ വണ്ടിയാണ്. അത് എപ്പോഴും സ്വന്തം ഇപ്പം കറക്റ്റ് എടുക്കുന്ന മുമ്പും ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇതെടുക്കാന്ന് വെച്ചാൽ അറിയാലോ, ബാങ്കുകാർ ഇത്രയും വലിയ ലോൺ തരികയായിരുന്നു. അങ്ങനെ കറക്റ്റ് വിട്ടപ്പോൾ ഇനി നെക്സ്റ്റ് എന്തായാലും ഫോർച്യൂണർ എടുക്കുന്നു. കറക്റ്റേക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ കൂടെ ഇപ്പോഴും നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടിയായിരുന്നു. അപ്പം മാറുമ്പോൾ എന്തായാലും ഇതിലോട്ട് മാറണമെന്ന് വിചാരിച്ചിട്ടാണ്. എത്ര ഓൺ റോഡ് ഇതിന് ഏകദേശം എക്സ്റ്റൻഡർ വാറണ്ടി അടക്കം 54 ലക്ഷം രൂപ. ഇത് 4x4 സിഗ്മ 4 വരുന്നു. ഈ 54 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ നല്ലൊരു ബെൻസോ അല്ലെങ്കിൽ ഓഡി അല്ലെങ്കിൽ BMW സെക്കൻഡ് ഹാൻഡ് ഒക്കെ എടുക്കാൻ പറ്റും. അതൊന്നും അതിലേക്കൊന്നും മനസ്സിൽ പോയില്ല അന്നത്തെ പ്രതികാര ബുദ്ധി. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ കഥയായിരുന്നു കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ട് ആഫ്റ്റർ എത്ര മന്ത്സ് ഇപ്പം ഞാൻ ഡിസംബറിൽ എടുത്തു. ആഫ്റ്റർ 6-7 months എന്താണ്? 3 months. 3 months ശരിയാണല്ലോ, മാർത്തല്ലേ ഉള്ളൂ. ശരിയാ 3 months ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര ഇത് ഒന്നാമത് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പം തന്നെ ഇത് ഭയങ്കര ഇതാ. ഞാൻ ലുലുവിൽ പോയപ്പം ലുലുവിൻ്റെ അകത്ത് ഇത് കിടക്കുന്നുണ്ടായിരുന്നു. ഇത് പണ്ടേ നമ്മൾ ഓൺലൈനുണ്ടെങ്കിലും ഇത് ഉള്ളിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരും പോലെ കുഴപ്പമില്ലല്ലോ, പൈസ കൊടുക്കണ്ടല്ലോ, കയറി നോക്കാന്ന് വെച്ചാൽ കയറി നോക്കി. അപ്പോൾ അവർ നമ്പറും ഇതൊക്കെ ഡീറ്റെയിൽ എടുത്തു. നിപ്പോണെന്നായിരുന്നു. അപ്പം വണ്ടി അവർ പിറ്റേ ദിവസം ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നു. ടെസ്റ്റ് ഡ്രൈവ് ഞാൻ ആദ്യമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് പുതിയ ഫോർച്യൂണർ. അപ്പോൾ എനിക്ക് ഇതിനി എങ്ങനെ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ള മൈൻഡായി. അപ്പം അങ്ങനെ അപ്പം എനിക്കൊരു സാധനം അപ്പം കിട്ടണമെന്ന് തോന്നി. അപ്പം കിട്ടണം, ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു മൂഡ് പോകും. അപ്പം അവർ പറഞ്ഞു കുറച്ച് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 3 ഷോറൂമിൽ ഒരുമിച്ച് ബുക്ക് ചെയ്തു. അങ്ങനെ ടൊയോട്ട പിന്നെ ഇവിടെ കോഴിക്കോട് നിന്നാണ് വണ്ടി കിട്ടിയത്. അമാനായിട്ട്. അപ്പൊ ഈ കറ്റയിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം ഇതിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത്? മൈലേജിന് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. കുറവെന്നുള്ള ഫീൽ അല്ലേ? കാരണം എനിക്ക് കറക്റ്റയിൽ ഈ ലോങ് കണ്ണൂരിലേക്ക് പോകുമ്പോൾ ഏകദേശം 25 കിലോമീറ്റർ ഒക്കെ കിട്ടുമായിരുന്നു. അത്രയും കിട്ടുന്ന എത്ര കിട്ടുന്നുണ്ടാവും? ഇപ്പൊ ഒരു 10.2 കാണിക്കുന്നു ഹൈവേ പോലും. അത് ഭയങ്കര ഡ്രോപ്പായി പോയി അല്ലേ? പക്ഷെ എന്താണ് എന്നിട്ടും ഇതിനെ അത്ര സ്നേഹിച്ച് നിർത്തുന്ന ഘടകം എന്താണ്? അല്ല, വണ്ടി അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ആനപ്പുറത്ത് കയറിയ ഫീലും നമുക്കെപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ഇത് എടുത്തൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ തന്നെ അവിടെ ഉള്ളവർക്ക് നമ്മളോടുള്ള ഒരു സ്റ്റാറ്റസ് സിമ്പിൾ എന്ന് പറയുന്ന സാധനത്തിന് ഒരു ഭയങ്കര ഘടകം ഞാൻ കാണുന്നുണ്ട്. കാരണം നമ്മൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി അവൻ്റെ കൂടെ വേറൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു. അപ്പൊ അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു, എന്തോ സ്ഥലം ഇടപെടൽ. അപ്പൊ ഞാൻ ഇതുകൊണ്ട് പോയപ്പോഴത്തേക്കും പുള്ളിക്ക് എന്നോട് ഭയങ്കര അവനോടും പിന്നെ ഭയങ്കര ഇതായിട്ട് കാരണം ആ ഒരു ഇത് റെസ്പെക്ട് എനിക്ക്
ഒരു ഫോർച്യൂണർ കാണുന്നു, സ്റ്റാറ്റസ് സിമ്പിൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന അല്ല ശരിയാണ്, അത് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഫോർച്യൂണർ മാത്രമല്ല, നമ്മളൊരു നല്ലൊരു വണ്ടി നല്ല വണ്ടി ചെല്ലുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, എൻ്റെ ഒരു ഫ്രണ്ട് വളരെ പ്രശസ്തമായ ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്, ഡയറക്ടറാണ്. അപ്പോൾ ഞാനൊരു ദിവസം അവൻ്റെ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും ദുബായിലാണ്. അപ്പം അവനെ കാണാൻ ഒരാൾ വന്നു. അവരുടെ ആഡ് ഏജൻസിയെ സെലക്ട് ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഇവൻ താഴെ വിളിച്ച് ചോദിച്ചു അയാൾ ഏത് വണ്ടിയിലാണ് വന്നത്. അപ്പോൾ പറഞ്ഞത് പാസാറ്റ് വന്നോ, എന്നാൽ വേണ്ട വിട്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് നല്ലൊരു വണ്ടി വരികയാണെങ്കിൽ അറിയാം അവൻ്റെ കമ്പനി ആ പ്രൊഫൈലുള്ളതാണ്, നമുക്ക് അങ്ങനെ പ്രൊഫൈലുള്ള കമ്പനി വരും. ഞാൻ ഞെട്ടിപ്പോയി. അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഈ കോർപ്പറേറ്റ് കമ്പനികൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു ബോഡി റോള്, ബാക്കിലിരിക്കുന്നവർക്ക് ഒരു ബോഡി റോള് അങ്ങനെ ഏറ്റവും ബാക്കിലുണ്ടാവും. മിഡ് റോഡിൽ ഒന്ന് സീറ്റ് ബെൽറ്റും കൂടി ഇട്ടിരിക്കുകയാണെങ്കിൽ സെറ്റാണ്. എന്താണ് ഒരു കുറവായിട്ട് തോന്നിയ ഒരു കാര്യം, എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുറവുകൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അറിയാമല്ലോ, കുറേ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ കുറവുകൾ സ്നേഹിച്ചാണ് ഈ ഒരു ഫോർച്യൂണർ ഓണർ എന്തായാലും അതിനെ നിൽക്കുകയുള്ളൂ. ഭാര്യ സ്നേഹിക്കുന്ന തന്നെ കുറവല്ലേ? എനിക്ക് കുറവില്ല, വീട്ടിൽ കയറണ്ടാണ് ഇതൊക്കെ ഏറെ വരുമല്ലോ. പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ട നമുക്ക് ഈ ടയർ പ്രഷർ ഒന്നും ഇല്ല കാണിക്കാൻ പറ്റാത്തത്. ഒരു നമ്മളെപ്പോഴും ചിലപ്പോൾ ഒന്ന് അറിയാൻ പറ്റില്ല, നമ്മൾ കറക്റ്റൊക്കെ കഴിഞ്ഞാൽ എടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് പഞ്ചർ ഇത് ആണി കയറിയൊക്കെ ഇരിക്കും. ഇതിപ്പം എടുക്കുന്ന മുമ്പ് 4 ടയർ നോക്കേണ്ട അവസ്ഥയാണ്. ശരിയാണ്, അത്തരം കുറെ ഫീച്ചേഴ്സ് ശരിക്കും അത് മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയൊരു ഫീച്ചറാണ്. അത് ആൾട്ടോയ്ക്ക് ഇത്രയും പൈസ വാങ്ങിക്കുന്നുണ്ട്. അതാണ് ആലോചിക്കുന്നത്. നമ്മളിപ്പം ഏറ്റവും പുതിയ വളരെ ചെറിയ പൈസ കുറഞ്ഞ ജാപ്പനീസ് കൊറിയൻ വണ്ടികളിൽ പോലും ഇപ്പൊ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എന്റെ ഓഫീസ് കാർഡ് ആൾട്ടോ അതിൽ വരെ ഉണ്ട് ടയർ പ്രഷർ. അതൊന്നും കൊടുക്കില്ല എന്നുള്ള ഇവരുടെ വാശി പോലെ കേട്ടോ, ഇവരുടെ ചില കാര്യങ്ങളിലുള്ള വാശി. ഇലക്ട്രിക് പിന്നെ സീറ്റ് അറേഞ്ച്മെന്റ്സും അതൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കുറച്ച് പരിഷ്കാരമുണ്ട്. അത്തരം കാര്യങ്ങളിൽ കുറച്ച് പരിഷ്കാരിയാണ് അല്ലേ. പിന്നെ സൺറൂഫ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഈ വണ്ടിയിൽ സൺറൂഫിന്റെ ആവശ്യമില്ല. എങ്കിലും ഈ പറഞ്ഞ ഇത്രയും വിലക്ക് ഇത് വെറുത്താണോ? വെറുത്താണ്. ഇത് ചേട്ടാ ഇനി അടുത്ത് ഇതിന്റെ ഒരു വേരിയന്റ് വരുമ്പോൾ എന്തായാലും ഒരു 70 ലക്ഷം അല്ലെങ്കിൽ ഒരു 65 ലക്ഷത്തിന് മുകളിൽ പോകുമല്ലോ. അപ്പൊ ഇത് ഇപ്പൊ ഒരു ലാൻഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്കത് കാണാൻ പറ്റും. ഇതിന്റെ ഏത് മജിസ്റ്റർ വന്നാൽ പോലും നമുക്ക് ടെൻഷൻ അടിക്കാത്തൊരു കാര്യം. ഇതിന് ഒരു എത്ര കൊല്ലം വേണ്ടി നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അവന് പഴയ ഫോർച്യൂണർ ആയിരുന്നു. അവൻ കൊടുത്തപ്പോൾ അവന് ഏകദേശം ഒരു 7 കൊല്ലം ഗ്യാപ്പിൽ കൊടുത്ത പോലെ 1-1.5 ലക്ഷം രൂപേന്റെ ഒരു ഡ്രോപ്പിലാണ് അവന് കൊടുക്കേണ്ടി വന്നത്. ഞാൻ MG മജിസ്റ്ററിന്റെ ആണ് ഇതിനൊരു മെയിൻ കോമ്പറ്റീറ്റർ ആണ്. അതിന്റെ വീഡിയോ തന്നെ ഞാൻ പറയുന്നുണ്ട്. അതിന് റീസെയിൽ വാല്യൂ നിങ്ങളങ്ങ് ഓടിച്ചു നടന്നാൽ കുഴപ്പമില്ല, അല്ലാതെ ഒരു കാര്യമൊന്നും. അതാണ് ടൊയോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാവുന്നത്. അപ്പൊ ഇനി എന്ത് ഇത് കുറച്ചാൽ ഓടിക്കുമെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു അപ്ഗ്രേഡ് എന്താണ് ഇനി? ഇങ്ങനത്തെ സീറ്റ് റീജമെന്റ് ആയിട്ടുള്ള സാധനം ഒന്നും ഇനിയില്ല. ഇപ്പൊ നിലവിൽ ഇതിലൊക്കെ കാണുമ്പോൾ ഡിഫൻഡറിലോട്ടാണ് ഒരു താല്പര്യമുള്ളത്. എനിക്കെപ്പോഴും ഒരു കുറച്ച് ഭീമൻ വണ്ടികളോട്ടാണ്. ഇപ്പം കറക്റ്റ് ആണെങ്കിൽ ആ സമയത്ത് ഒരു ഭീമൻ എനിക്ക് പറ്റുന്ന ഒരു ഭീമൻ എന്ന രീതിയിലാണ് ഒരു കോമ്പാക്ട് എക്സ്യൂവി എന്ന രീതിയിൽ കറക്റ്റ് എടുത്തത്. പിന്നെ ഇതെടുത്തു. പിന്നെ ഇനി ഒരു ഡിഫൻഡർ എന്ന രീതിയിലാണ് എനിക്ക് സെഡാനൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് അതിലത്ത് ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര മാന്യനായിട്ട് ഫീൽ ചെയ്യും. ഇല്ലാത്ത തന്നെയല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ മൈൽസ്റ്റോൺ മേക്കേഴ്സിലൊക്കെ ഇന്റർവ്യൂവിന് വരുന്ന സിനിമക്കാരൊക്കെ ഡിഫൻഡറിലാണല്ലോ പോരുന്നത്. എല്ലാവരും ഡിഫൻഡറാണ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡിഫൻഡർ ആണ്. അവൻ 23 ഷിബിലി എന്ന് പറഞ്ഞിട്ടുള്ളത്. അവനും ബിസിനസ് ആണ്. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് ഡിഫൻഡർ അതിനു മുമ്പേ നമുക്ക് ഒക്ടയിലോട്ടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഒക്ടയൊരു 4 അല്ല മൈലേജ് നോക്കുന്ന ആളാണ് ഒക്ടയിലേക്ക് പോരുന്നത്. ഇല്ല ഇത് മൈലേജ് ടോപ്പ് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ എന്റെ വൈഫിന് മൊത്തത്തിൽ ഞങ്ങൾ വീട്ടിലോട്ട് ഒരു ടിയാഗോ EV എടുത്തു. പിടിച്ചു വെക്കാൻ വൈഫ് ഓടിക്കുന്നുണ്ടോ? ഓടിക്കുന്നുണ്ട്. ആദ്യം കോമ്പാക്റ്റ് ആയിരുന്നു ബുക്ക് ചെയ്ത്. പിന്നെ നമ്മളിപ്പോ കുറച്ചു മുമ്പ് കണ്ട ഒരു ഫോർച്യൂണർ ഓണർ ഉണ്ട്, അദ്ദേഹത്തിനും ഉണ്ട് ടിയാഗോ EV. അത് കറക്റ്റ് 2. അപ്പൊ എന്തായാലും ഈ പറഞ്ഞാൽ എന്തൊക്കെ കുറവുണ്ടെങ്കിലും സ്നേഹിച്ചു പോകുന്ന ഒരു വാഹനമാണ്. കാരണം ഒന്നാമത് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവ്, 2 റീസെയിൽ വാല്യൂ വളരെ കൂടുതൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ആരെയും എന്താ പറയുക നമ്മുടെ ഒരു ഭയങ്കരമായിട്ട് നമുക്കൊന്ന് നിവർന്നു നിൽക്കുന്ന ഒരു ഫീലാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകിച്ച് ബസ്സുകാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ പറ്റിയ വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലാണ്. പിന്നെ 369 എടുക്കാൻ നോക്കി. അത് ശരി 396. 396. അപ്പം വണ്ടികളൊക്കെ അല്ല നമ്പറിലൊക്കെ വ്യത്യാസമുണ്ട്. ഞാൻ 369 ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേലം പോയി അത്യാവശ്യം 1.5 വരെ പോയപ്പോ ഞാൻ പിന്നെ വിട്ടത്. മമ്മൂക്കയാണോ പിടിച്ചത്? മമ്മൂക്കയാണോന്ന് അറിയത്തില്ല. ഇതിന് ലാസ്റ്റ് വേരിയന്റ് മമ്മൂക്കയുടെ ലാൻഡ് ക്രൂയിസർ ആയിരുന്നു. ഇത് ഞാൻ വിളിക്കുന്നതിന് 10,000 രൂപ കൂട്ടി വിളിച്ചോണ്ടിരിക്കുക. മമ്മൂക്ക ഉണ്ടെങ്കിൽ ആരും വിളിക്കാറില്ലെന്ന് തോന്നുന്നു. നമുക്കിത് അറിയാൻ പറ്റില്ല ആരാ വിളിക്കുന്നത്. അപ്പൊ എന്തായാലും മമ്മൂക്കയുടെ മമ്മൂക്ക തന്നെ ഇരിക്കട്ടെ അല്ലെ, നമുക്ക് ഇതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും മൈൽസ്റ്റോൺ മേക്കേഴ്സിന് എല്ലാവിധ
ആശംസകളും നേരുന്നു. താങ്ക് യു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവള് തരണേ. ഞാൻ ക്രെറ്റ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആകെ നോക്കിയിട്ടുള്ളൊരു വീഡിയോ വായിച്ചു തന്നെയാണ്. താങ്ക് യു. അപ്പം ക്രെറ്റ എന്ന് വെച്ചാൽ അന്ന് പുതിയതായിട്ട് ഇറങ്ങിയ വണ്ടിയാണല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ മൊത്തം അറിയണമെങ്കിൽ അതിന്റെ എക്സ്പെർട്ടിൽ തന്നെ നോക്കണം. അതെ, നമ്മൾ തമ്മിൽ ആദ്യം കണ്ട് സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ അതുപോലെ അടുപ്പം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളെന്ന് എനിക്ക് ഒരു അടുപ്പം തോന്നി. എന്തായാലും നന്നായി. അപ്പം കീപ് ഗോയിങ്. ഡിഫൻഡർ വേണം, നമ്മൾ വീണ്ടും കാണും കേട്ടോ. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. ഇന്ത്യ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലടക്കം വിവിധ മേഖലകൾ വളരുമ്പോൾ അതിലെ ടോപ്പ് കമ്പനികൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഈ അവസരത്തെക്കുറിച്ച് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ആ NFO മാർച്ച് 16 വരെയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം നൽകുക. ഇനി 6 ദിവസം കൂടി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ ഇനി അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയറോട് കാണാം. ബൈ.